പല വിധത്തിലുള്ള സുഹൃത്ത് ബന്ധങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അല്ലേ. ചില സുഹൃത്തുക്കളെ തോളിൽ കൈയിട്ട് കിടക്കും. അപ്പോൾ തോളിൽ കൈയിട്ട് കിടക്കുന്ന സംഭവത്തിൽ അവരുടെ കൈ നമ്മളെ പോക്കറ്റിൻ്റെ അവിടെ ആയിരിക്കും. സംഭവത്തിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഫാമിലി വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പോക്കറ്റിൽ കനം കുറഞ്ഞു തുടങ്ങാം. ആ കനം കുറയുന്നതിനനുസരിച്ച് ഈ സുഹൃത്തിൻ്റെ കൈ ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കും, കുറച്ച് അകന്നുകൊണ്ടിരിക്കും. പക്ഷെ ചില സുഹൃത്തുക്കളുണ്ട് നമ്മളെ തോളിൽ കൈയിട്ടല്ല അവരെ കൈ പോക്കറ്റിൻ്റെ അവിടെ ആയിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ നമ്മളെ പോക്കറ്റിൻ്റെ കനം കുറയുന്നത് അവൻ മനസ്സിലാകും. നമ്മളെ വിഷമങ്ങൾക്ക് ഒരു പരിഹാരം കാണാനും അവൻ ശ്രമിക്കും. അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മൾ വിട്ട് കളയരുതിട്ട. എനിക്കുണ്ട് അതുപോലെ കുറച്ച് സുഹൃത്തുക്കൾ, ഒന്നോ രണ്ടല്ല കേട്ടോ, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഒരു മെസ്സേജ് ഇട്ടപ്പോഴേ എൻ്റെ ഒരു സുഹൃത്ത്, ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു സുഹൃത്ത് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടു, നിനക്ക് വയ്യ എന്നുള്ളത് നീ മനസ്സിൽ നിന്നെടുത്ത് കളയാൻ പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് അങ്ങനത്തെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ. സംഭവം എന്താ വെച്ചാൽ ഞാൻ ആദ്യം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, എനിക്ക് കാലിന് വയ്യ എന്നുള്ളതിൻ്റെ ആദ്യം ഭയങ്കര വിഷമമായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ വാപ്പ മരക്കച്ചവടമാണ്, മരം മുറിച്ച് വന്നിട്ട് മരങ്ങളൊക്കെ പറക്കിയിടുന്ന സമയത്ത് ഞാൻ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നോക്കിയിരിക്കും, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നിട്ട് ഞാൻ. പക്ഷെ ഞാൻ ഈ സത്യം പറഞ്ഞ സുഹൃത്തുക്കളെ സംഭവം ഉണ്ട് ഈ പറയുന്നത്. ഞാൻ ഈ ഇതൊക്കെ +2 കഴിഞ്ഞ് ഞാൻ സ്റ്റുഡിയോ ഫീൽഡിലേക്ക് വരുമ്പോഴേ കാളമുറിയിൽ ഫാത്തിമ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞാൻ എഡിറ്റിങ് ഫുള്ളായിട്ട് പഠിക്കുന്നത്. അതിന് മുമ്പ് ഞാൻ മാമാടെ അടുത്ത് സിഗ്നേച്ചറിലാണ്. ഞാൻ ഫാത്തിമയിലേക്ക് വന്നപ്പോഴേ അവിടെ കുറച്ച് കൂട്ടുകാരന്മാരെ കിട്ടിയിരുന്നു. ആ ടൈമിൽ എനിക്ക് കിട്ടി. സത്യം പറഞ്ഞാൽ എനിക്ക് കാലിന് വയ്യ എന്നുള്ളതും മാറ്റി തന്നത് അവരാണ്, ആ ചിന്ത തന്നെ മാറ്റിയത് അവരാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് ഇതുവരെക്കും അതിനുശേഷം ഇതുവരെക്കും അങ്ങനെ വന്നിട്ടില്ല. അതെന്നെ ആലോചിച്ചിട്ട് ഞാൻ നിൽക്കാറില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഇല്ല കേട്ടോ. സുഹൃത്തുക്കൾ വഴി നമുക്ക് നന്നാവാനും പറ്റും, ചീത്താവാനും പറ്റും. പിന്നെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നന്നാവാനും പറ്റും, അത് വേറെ കാര്യമുണ്ടാകും. അപ്പോൾ സുഹൃത്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പരമാവധി ഇതുപോലുള്ള സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. എൻ്റെ ഒരു അഭിപ്രായം പറയുന്നുള്ളൂ കേട്ടോ. la